അളിയ ഈ മോഷണം ചെയ്യുന്നതൊക്കെ തെറ്റല്ല അളിയ. ഈ പൈസ ഫുള്ള് നമ്മളെടുത്തിട്ട് ചെലവാക്കാൻ പോണില്ല. പകുതി പൈസ അമ്പലത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇതൊരു റോബറി ആയിട്ട് വിചാരിക്കണ്ട, ഇതൊരു പുണ്യപ്രവർത്തിയായിട്ട് വിചാരിച്ചാൽ മതി. പുണ്യപ്രവർത്തിയല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അല്ലെ 2-3 ദിവസമായിട്ട് ഞാൻ ഒരു പെങ്കൊച്ചിനെ വാച്ച് ചെയ്യുന്നുണ്ട്. അവളുടെ കഴുത്തിൽ ഒരു കൂടിപ്പോയ 1.5 അല്ലെങ്കിൽ 2 പവൻ്റെ മാല ഉണ്ടാവും. അതടിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ഗോവയിൽ പോകും. ഗോവ വേണ്ട അളിയ, തായ്ലൻഡ് മതി. ഓ, തായ് മസാജ്. അളിയ ദാ വരുന്നതാണ് ആ പെങ്കൊച്ച്. നേരെ പോവാ, നൈസായിട്ട് സാധനം അടിക്കുക, നേരെ വിടാം. ഓക്കെ അല്ലേ? ഓക്കെ അളിയ, കുഴപ്പമില്ലല്ലോ, പവറായിരിക്കണം. ചേച്ചി ഒരു മിനിറ്റ്. ചേച്ചിക്ക് ഈ പറയാറിയോ? ഒരു മിനിറ്റ് ചേച്ചി, എന്നൊന്ന് പറഞ്ഞേ. അളിയ മിഷൻ സക്സസ്ഫുൾ. എന്തളിയാ? ഒരു മിനിറ്റ് ചേച്ചി, ഇവിടെ തന്നെ നിൽക്കേ. ഇവിടെ നിന്നോട് ഞാൻ മാലയല്ല അടിക്കാൻ പറഞ്ഞേ, നീ എന്തിനും ഓളെ വിളിച്ചോണ്ട് വന്നേ? അളിയ, അവളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഞാൻ അന്വേഷിച്ചു. അവളുടെ അച്ഛൻ വലിയൊരു കോടീശനാ. നമുക്ക് അവളെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കുറച്ച് കോടികളൊക്കെ തട്ടാം. ഈ ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോ അളിയ. ഞാൻ പറഞ്ഞുതരാം. മോളെ ബക്കേർ അടങ്ങിയിരുന്നോ, വലിയ വലിച്ചേരി തറയിലടിക്കും. എന്തളിയാ? പെട്രോള് തീർന്നു തോന്നണം അളിയ. ആകെ 30 രൂപയുടെ എണ്ണ അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇമ്മാരി തിരിയടിച്ച സ്വാമി ശരണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പുറത്തൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, ഞാൻ പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. അളിയ ചേച്ചി ഒരു മിനിറ്റ് ഇറങ്ങി. ചേച്ചി ഇത് കൈവച്ചോ, ഡയറി മിൽക്ക് വാങ്ങിച്ചു. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റാണ്. ഈ സ്ത്രീകളൊക്കെ സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു സ്കീം. നിങ്ങൾ ഞാൻ നിൽക്കും. അളിയ ഇങ്ങ് വന്നേ. ഓട്ടോ സ്റ്റാൻഡ് അല്ലേ? കിഡ്നാപ്പ് ചെയ്യാൻ ഓട്ടോ സ്റ്റാൻഡ് അല്ലേ? പിന്നെന്ത്? നിന്നെയൊക്കെ കിഡ്നാപ്പ് ചെയ്യാൻ വിളിച്ചുകൊണ്ട് എന്നെ വേണം പറയാൻ അളിയ.